മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോട് കൂടെയുണ്ട്. അദ്ദേഹം നമ്മോട് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഇരു മുന്നണികളും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോ ദിവസവും ഇതിൻ്റെ പ്രചാരണ വിഷയങ്ങൾ മാറുന്നു, പുതിയ പ്രചാരണ വിഷയങ്ങൾ വരുന്നു. താങ്കളുടെ അഭിപ്രായത്തിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്താണ്? മതനിരപേക്ഷതയായിരിക്കും. കാരണം ഇവിടെ പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു മതനിരപേക്ഷതയ്ക്ക് വിജയം ഉണ്ടാകണം എന്ന് തന്നെയാണ്. കാരണം UP തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളുടെ മതനിരപേക്ഷതയെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. UP പുതിയ മുഖ്യമന്ത്രി വന്നു, മുഖ്യമന്ത്രി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മതസൗഹാർദ്ദം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ഒട്ടൊക്കെ ആശങ്കയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ ഇന്ത്യ ഗവൺമെൻറ്റല്ല ഇപ്പോൾ പുതിയ രൂപത്തിൽ നിൽക്കുന്നത്. അവരുടെ മുഖം കുറച്ചുകൂടി മാറി മാറി വരുന്നതായിട്ട് ജനങ്ങൾ കാണുകയാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നൊരു പുതിയ ശബ്ദം ഉയർന്നേ മതിയാകൂ. മതനിരപേക്ഷതയുടെ ശബ്ദം ഉയർന്നേ മതിയാകൂ. മതവാദം നടത്തി ഇന്ത്യൻ ജനസമൂഹത്തെ രണ്ടായി പിളർത്താൻ ശ്രമിക്കുന്നവർക്ക് കേരളം ഒരു ലക്ഷ്മണ രേഖ വരച്ച് ഇതിനിപ്പുറത്തേക്ക് അവർ കടക്കാൻ സാധ്യമല്ല എന്ന് ജനങ്ങളുടെ ഒരു ഏകാഭിപ്രായം അറിയിക്കണം. PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ UDF ശക്തിപ്പെടുത്തുന്നത് വലിയ ഒരു പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമ്പോൾ അത് UDF എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ആ ശക്തി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കിട്ടും. ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞത് കറക്റ്റാണ്. കേരളത്തിലെ UDF ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ വളരെ വളരെ തന്ത്രപ്രധാനമായ രൂപത്തിലുള്ള എല്ലാ നടപടികളും എടുക്കുവാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക ടാലൻ്റുണ്ട്. അദ്ദേഹം മതനിരപേക്ഷതയുടെ ഒരു മുഖമായിട്ടാണ് കേരള ജനത കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് കേരളത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആവശ്യം ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിൽ നമുക്ക് ഈ മതേതര ശക്തികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസൻസ് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിൽ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ കാരണം. MM ഹസൻ KPCCയുടെ അധ്യക്ഷനായി വരികയാണ്. അത് ഒരു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ, അതല്ല ഇനി അടുത്ത ഒരു UDF ഭരണം കേരളത്തിൽ വീണ്ടും തിരികെ കൊണ്ടുവരാൻ MM ഹസൻ്റെ നേതൃത്വത്തിൽ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിലെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഉത്തരവാദിത്വം പഴയതിൽ നിന്ന് 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടേതായ ഒരു റോൾ എടുക്കുന്നുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഈ റബ്ബർ പന്ത് അടിക്കുന്ന പോലെ ഒരു നിലപാടാണ്. ഒരടി അങ്ങോട്ട് കൊടുത്താൽ അതിനേക്കാൾ ശക്തിയിൽ ഈ പന്ത് തിരിച്ചു വരും. അതാണ് അവർ BJPക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും സ്വയം നശിക്കും, അവർ ഈ രാജ്യത്തെയും നശിപ്പിക്കും. ആ നിലപാടിൽ നിന്ന് അവരൊന്നുകിൽ പുറകോട്ട് പോകണം, അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള ശക്തികൾ അവരെ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. ഏതായിരുന്നാലും നന്ദി ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചതിന്. മലപ്പുറത്തെ ജനങ്ങൾ മതേതരത്വത്തിനു വേണ്ടി UDF വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ ബിബി താടത്തിനൊപ്പം BK സുഹൈൽ, മീഡിയ 1 മലപ്പുറം.